100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ ഭാര്യമാരുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് മുൻമന്ത്രി AC മൊയ്തീൻ. പ്രതി ബിജുവിന്റെ സാന്നിധ്യത്തിൽ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രം പുറത്ത്. തട്ടിപ്പ് കേസ് പ്രതിയെ തനിക്കറിയില്ലെന്ന് AC മൊയ്തീൻ. ഉദ്ഘാടന ചടങ്ങിനെത്തിയത് ജനപ്രതിനിധി എന്ന നിലയിൽ നിന്നും AC മൊയ്തീൻ 24-നോട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മുഖ്യപ്രതികൾ കോടികൾ വെട്ടിച്ചത് വായ്പകളുടെ മറവിൽ. പ്രതികൾ ഒളിവിലെന്ന് പോലീസ്. 4ാം പ്രതി കിരൺ വിദേശത്തേക്ക് കടന്നു. വിഷയം ചർച്ച ചെയ്യാൻ നാളെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ്. തട്ടിപ്പിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ് KK ദിവാകരൻ. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി MV ഗോവിന്ദൻ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പണം ഒഴുകിയത് തേക്കടിയിലേക്കെന്ന് കണ്ടെത്തൽ. പണം നിക്ഷേപിച്ച തേക്കടിയിലെ റിസോർട്ടിൽ EDയുടെ പരിശോധന. CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. നടന്നത് അതീവ ഗുരുതര തട്ടിപ്പെന്ന് ഉമ്മൻചാണ്ടി. സമരപ്രഖ്യാപനവുമായി BJP. തട്ടിപ്പിൽ CPIM നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യം. മന്ത്രി ഡോക്ടർ R ബിന്ദുവിന് തെരഞ്ഞെടുപ്പ് ഫണ്ട് വന്നതിലും അന്വേഷണം വേണമെന്ന് BJP. കരുവന്നൂരിന് പിന്നാലെ തൃശൂർ കാറളം സർവീസ് സഹകരണ ബാങ്കിലും വായ്പാ തട്ടിപ്പ്. 5 ലക്ഷം രൂപ വായ്പയുടെ മറവിൽ 20 ലക്ഷം രൂപ മറ്റൊരാൾക്ക് നൽകി. ബാങ്കിന്റെ ഒത്താശയോടെ നടന്ന തട്ടിപ്പ് പുറത്തറിഞ്ഞത് ജപ്തി നോട്ടീസ് വന്നതോടെ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഇരിങ്ങാലക്കുട കോടതി. ടോക്കിയോ ഒളിമ്പിക്സിൽ രാജ്യത്തിന് അഭിമാനമായി മീരാഭായ് ചാനു. 49 കിലോ ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ. കർണം മല്ലേശ്വരിക്ക് ശേഷം ഭാരോദ്വഹനത്തിൽ മെഡൽ നേടുന്ന ഇന്ത്യൻ താരം. അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഹോക്കിയിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ബോക്സിംഗിൽ മെഡൽ പ്രതീക്ഷയായിരുന്ന വികാസ് കൃഷ്ണൻ പുറത്ത്. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കണക്ക് വീണ്ടും 18,000 കടന്നു. 18,531 പുതിയ രോഗികളും 98 മരണവും. ടെസ്റ്റ് പോസിറ്റിവിറ്റി 11.91%. ഇന്നും നാളെയും വാരാന്ത്യ ലോക്ഡൌൺ. അവശ്യ സർവീസുകൾക്ക് മാത്രം അനുമതി. സംസ്ഥാനത്ത് ഇന്ന് റെക്കോർഡ് വാക്സിനേഷൻ. 4.5 ലക്ഷത്തിലധികം പേർക്ക് വാക്സിൻ നൽകിയതായി ആരോഗ്യവകുപ്പ്. രേഖപ്പെടുത്തിയത് ഒരു ദിവസം നൽകുന്നതിൽ ഏറ്റവും ഉയർന്ന വാക്സിനേഷൻ നിരക്ക്. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി സിക്ക വൈറസ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം കുമാരപുരം സ്വദേശി 42-കാരനും കൊല്ലം കൊട്ടാരക്കര സ്വദേശിനിയായ 30-കാരിക്കുമാണ് രോഗബാധ. സംസ്ഥാനത്ത് ഇതുവരെ സിക്ക വൈറസ് സ്ഥിരീകരിച്ചത് 46 പേർക്ക്. ആലപ്പുഴ കുപ്പപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യ പ്രവർത്തകരെ തടഞ്ഞുവച്ചുവെന്ന് പരാതി. അതിക്രമം. വാക്സിൻ വിതരണത്തിലെ ക്രമവിരുദ്ധമായ ഇടപെടൽ ചോദ്യം ചെയ്തപ്പോൾ ദൃശ്യങ്ങൾ പകർത്തിയ ആരോഗ്യ പ്രവർത്തകയുടെ ഭർത്താവിന് മർദ്ദനമേറ്റു. കയ്യേറ്റ ശ്രമം കൈനകരി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചു CBI. മുദ്രവച്ച കവറിൽ സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് കൈമാറി. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് റിപ്പോർട്ട് തിങ്കളാഴ്ച പരിഗണിക്കും. UAE എംബസിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ വ്യാജ വെബ്സൈറ്റ് നീക്കം ചെയ്തു. നടപടി സൈബർ പോലീസ്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് 24. ICSE പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 99.98% ജയം. കേരളം ഉൾപ്പെട്ട തെക്കൻ മേഖലയിൽ 100% വിജയം. ഇത്തവണ പുനർമൂല്യനിർണ്ണയം ഉണ്ടാകില്ല. ഫലത്തിൽ പരാതിയുള്ളവർക്ക് സ്വന്തം സ്കൂളിൽ രേഖാമൂലം പരാതി നൽകാമെന്ന് ബോർഡ്. പുതിയ സിലബസ് പ്രസിദ്ധീകരിച്ച് CBSE. ലിംഗമാറ്റ ശസ്ത്രക്രിയയിലെ അപാകതകൾ പരിശോധിക്കാൻ അന്വേഷണ സമിതിയെ നിശ്ചയിച്ച IMA. ഡോക്ടർ റോയ് എബ്രഹാം കള്ളിവയലിൽ അധ്യക്ഷനായ 4-അംഗ സമിതിക്ക് ചുമതല. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ ആശങ്ക കണക്കിലെടുത്താണ് സ്വമേധയാ അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് IMA. സ്ത്രീധന നിരോധന നിയമം സ്വകാര്യ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും സ്ത്രീധനം വാങ്ങില്ല എന്ന് സത്യവാങ്മൂലം നൽകണം. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 6 മാസത്തിലൊരിക്കൽ വകുപ്പ് മേധാവികൾ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർക്ക് നൽകണം. കൊച്ചിയിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യാപിതാവിനെ മർദ്ദിച്ച കേസിൽ യുവാവിനെതിരെ കേസ്. ഭർത്താവ് ജിപ്സണെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. പ്രതി ഒളിവിലെന്ന് പോലീസ്. പെൺകുട്ടിയിൽ നിന്നും പിതാവിൽ നിന്നും മൊഴിയെടുത്തു. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് KC വേണുഗോപാലിനെ മാറ്റും. ചുമതല നിർവഹിക്കുന്നതിൽ KC വേണുഗോപാൽ പരാജയപ്പെട്ടെന്ന് വിലയിരുത്തൽ. KC വേണുഗോപാലിന്റെ ഇടപെടൽ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയെന്ന് പരാതി. രമേശ് ചെന്നിത്തലയ്ക്കെതിരായ KC വേണുഗോപാലിന്റെ നീക്കങ്ങളിൽ സോണിയാഗാന്ധിക്ക് അതൃപ്തി. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസിന് അധികാരം നൽകി ലഫ്റ്റനന്റ് ഗവർണർ. പ്രത്യേക അധികാരത്തിന്റെ കാലാവധി ഒക്ടോബർ 18 വരെ. തീരുമാനം ജന്തർ മന്ദിറിലെ കർഷക പ്രക്ഷോഭത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ. ജമ്മുകശ്മീരിലെ ഡ്രോൺ ആക്രമണത്തിൽ പാകിസ്ഥാനെ കടുത്ത പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. നിലപാട് കടുപ്പിച്ചത് കമാൻഡർ തല യോഗത്തിൽ. ചർച്ച നടന്നത് സുചേത്ഗഡിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അഫ്ഗാനിസ്ഥാനിലെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യ.
സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 2 ദിവസം കൂടി മഴ തുടരും. തിങ്കളാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ കനത്ത മഴ. ആലുവ ശിവരാത്രി മണപ്പുറത്തെ കിഴക്കുഭാഗം വെള്ളത്തിനടിയിലായി. പ്രളയക്കെടുതിയിൽ മഹാരാഷ്ട്രയിൽ മരണം 136 റായ്ഗഡിലെ മണ്ണിടിച്ചിലിൽ 47 മരണം. മഹാരാഷ്ട്രയിലെ 6 ജില്ലകളിൽ റെഡ് അലർട്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം വീതം സഹായധനം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വീഴ്ചയിൽ CPIM അന്വേഷണ കമ്മീഷന്റെ തെളിവെടുപ്പ്. ജി സുധാകരൻ വിശദീകരണം നൽകി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായില്ലെന്ന പരാതിയിൽ തെളിവുകൾ ശേഖരിക്കും. മറ്റു നേതാക്കളിൽ നിന്നും നാളെ വിവരങ്ങൾ തേടും. മലപ്പുറം പച്ചേരി വിഷ്ണു ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ദൈവമായി ചിത്രീകരിച്ച് ഫ്ലെക്സ്. തങ്ങൾ അറിയാതെയാണ് ക്ഷേത്ര കവാടത്തിൽ ഫ്ലെക്സ് സ്ഥാപിച്ചതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ. മെയ് മാസത്തിൽ സ്ഥാപിച്ച ഫ്ലെക്സ് കഴിഞ്ഞയാഴ്ച എടുത്തുമാറ്റി. സിസ്റ്റർ ലൂസി കളപ്പുര നിരാഹാരത്തിൽ. കരക്കാമല കോൺവെന്റ് അധികൃതർ ദ്രോഹിക്കുന്നുവെന്ന് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നിരാഹാരം. കോൺവെന്റിലെ റൂമിന് പുറത്തുള്ള വരാന്തയിലെ വൈദ്യുതി വിച്ഛേദിച്ചുവെന്നും സിസ്റ്റർ ലൂസി കളപ്പുര. അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഘോഡ പട്ടേൽ മറ്റന്നാൾ ലക്ഷദ്വീപിലെത്തും. തിങ്കളാഴ്ച അഹമ്മദാബാദിൽ നിന്ന് കൊച്ചിയിലെത്തുന്ന അഡ്മിനിസ്ട്രേറ്റർ ഉച്ചയോടെ ലക്ഷദ്വീപിലേക്ക് പോകും. ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനിടെ വിവിധ വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ പ്രഫുൽ ഘോഡ പട്ടേൽ പങ്കെടുക്കും. കോഴിക്കോട് കൂരാച്ചുണ്ടിലേത് പക്ഷിപ്പനി അല്ലെന്ന് സ്ഥിരീകരിച്ചു. സംശയത്തെ തുടർന്ന് ഭോപ്പാലിൽ പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലം നെഗറ്റീവായി. കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ കോഴികൾ കൂട്ടമായി ചത്തതിനെ തുടർന്ന് ജില്ലാ കളക്ടർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. മന്ത്രി AK ശശീന്ദ്രനെതിരായ പീഡന കേസ് ഒത്തുതീർപ്പ് ആരോപണം ചീറ്റിപ്പോയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷം. സ്ത്രീപക്ഷ നിലപാടുകളിലെ CPIM കാപട്യം പുറത്തായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇരയുടെ മൊഴി മുഖ്യമന്ത്രിക്ക് എങ്ങനെ തള്ളിക്കളയാനാകുമെന്ന് BJP. മന്ത്രിക്കെതിരെ തിങ്കളാഴ്ച യുവതി ഗവർണർക്ക് പരാതി നൽകും. രാജ്യത്ത് 24 മണിക്കൂറിന് 39,097 പേർക്ക് കോവിഡ്. ഇന്നലെ മാത്രം 546 മരണം. രോഗമുക്തി നിരക്ക് 97.35%. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ലോകരാജ്യങ്ങളുടെ കൂട്ടായ്മ അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. തൊടുപുഴ കുമാരമംഗലം പഞ്ചായത്തിൽ സിനിമാ ഷൂട്ടിംഗിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. D കാറ്റഗറിയിലുള്ള പഞ്ചായത്തിൽ ഷൂട്ടിംഗ് അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ഷൂട്ടിംഗിന് കളക്ടറുടെ അനുമതിയുണ്ടെന്ന് സിനിമാ പ്രവർത്തകർ. പ്രതിഷേധം കനത്തതോടെ പോലീസ് എത്തി ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ദേശീയ വാർത്തകൾ. മഹാരാഷ്ട്രയിലെ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും കുടുങ്ങിക്കിടന്ന 1800 പേരെ ഇതുവരെ രക്ഷിച്ചതായി NDRF. 87 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ബീഹാറിലെ ജഹാനാബാദിൽ ആൾക്കൂട്ടാക്രമണത്തിൽ വനിതാ കോൺസ്റ്റബിൾ മരിച്ചു. 12 പോലീസുകാർക്ക് പരുക്ക്. 6 പേരുടെ നില ഗുരുതരം. ആക്രമണം ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതി മരിച്ചതിനെ തുടർന്ന്. ഹരിയാനയിൽ ലോക്ഡൌൺ ഓഗസ്റ്റ് 2 വരെ നീട്ടി. അത്യാവശ്യ സർവീസുകൾക്ക് അനുമതി. നടപടി കോവിഡ് വ്യാപനം കണക്കിലെടുത്ത്. ഡൽഹിയിലെ തിയേറ്ററുകൾ തിങ്കളാഴ്ച തുറക്കും. 50% സീറ്റിംഗ് കപ്പാസിറ്റിയിലാകും തിയേറ്ററുകൾ പ്രവർത്തിക്കുക. ഡൽഹി മെട്രോയും ബസ്സുകളും തിങ്കളാഴ്ച മുതൽ പൂർണ്ണതോതിൽ സർവീസ് നടത്തും. കോവിഡ് മൂലം മരണമടഞ്ഞ മാധ്യമപ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് സഹായധനം പ്രഖ്യാപിച്ച ഒഡീഷ സർക്കാർ. 17 മാധ്യമപ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം. മധ്യപ്രദേശിൽ 11, 12 ക്ലാസുകൾ ജൂലൈ 26 മുതൽ വീണ്ടും തുറക്കും. 11ാം ക്ലാസുകാർക്ക് ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും 12ാം ക്ലാസുകാർക്ക് തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലും ക്ലാസ് നടക്കും. ആന്ധ്രാപ്രദേശിൽ 2174 പേർക്ക് കൂടി കോവിഡ്. രോഗമുക്തർ 2737. 24 മണിക്കൂറുടെ 18 കോവിഡ് മരണം. മഹാരാഷ്ട്രയിൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് സർക്കാർ പരിഗണനയിൽ. വാരാന്ത്യങ്ങളിലെ കൂടുതൽ ഇളവ് സംബന്ധിച്ച തീരുമാനം അടുത്തയാഴ്ചയോടെയെന്ന് ഉപമുഖ്യമന്ത്രി അജിത് പവാർ. അന്താരാഷ്ട്ര വാർത്തകൾ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഓസ്ട്രേലിയയിൽ ഏർപ്പെടുത്തിയ കർശന ലോക്ഡൌണിനെതിരെ വ്യാപക പ്രതിഷേധം. സിഡ്നിയിൽ ആയിരക്കണക്കിന് പേർ തെരുവിലിറങ്ങി. മെൽബണിലും ബ്രിസ്ബണിലും പ്രതിഷേധം. കനത്ത മഴയിൽ ഫിലിപ്പീൻ ഗ്രാമങ്ങളിൽ വെള്ളപ്പൊക്കം. ആയിരങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. 1 മരണം റിപ്പോർട്ട് ചെയ്തു. സിംഗപ്പൂരിലെ പുതിയ കോവിഡ് കേസുകളിൽ അധികവും വാക്സിൻ സ്വീകരിച്ചവർക്ക്. രോഗബാധിതരിൽ 75% പേരും വാക്സിൻ സ്വീകരിച്ചവരെന്ന് റിപ്പോർട്ട്. ഇന്തോനേഷ്യയിലെ ബാലിയിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷം. 113 ടൺ ഓക്സിജൻ വേണ്ട സാഹചര്യത്തിൽ ആശുപത്രികളിൽ അവശേഷിക്കുന്നത് 40 ടൺ ഓക്സിജൻ മാത്രം. ദ്വീപിൽ കോവിഡ് നിയന്ത്രണങ്ങൾ തുടരുന്നു. അഫ്ഗാൻ വ്യോമസേന കാബൂളിലെ 2 പ്രവിശ്യകളിലായി നടത്തിയ വ്യോമാക്രമണത്തിൽ 33 താലിബാൻ ഭീകരർ കൊല്ലപ്പെട്ടു. 17 ഭീകരർക്ക് പരുക്കേറ്റതായി അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം.
അഫ്ഗാനിസ്ഥാനിലെ 31 പ്രവിശ്യകളിൽ രാത്രികാല കർഫ്യൂ. നിയന്ത്രണം രാത്രി 10 മുതൽ പുലർച്ചെ 4 വരെ. നടപടി താലിബാൻ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ. ചൈനയിലെ വെയർഹൌസിലുണ്ടായ തീപിടുത്തത്തിൽ 14 മരണം, 26 പേർക്ക് പരുക്ക്. അപകടം ജിലിൻ പ്രവിശ്യയിൽ. സ്പോർട്സ് ന്യൂസ്. ഒളിമ്പിക്സ് വനിതാ ഫുട്ബോളിൽ ബ്രസീൽ നെതർലൻഡ്സ് മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 3 ഗോളുകൾ വീതം നേടി. ഇന്ത്യക്കെതിരായ 3ാം ഏകദിനത്തിൽ ശ്രീലങ്കയ്ക്ക് ആശ്വാസ ജയം. ഇന്ത്യ ഉയർത്തി 226 റൺസ് വിജയലക്ഷ്യം. ലങ്കൻ സംഘം മറികടന്നത് 48 പന്ത് ശേഷിക്കെ. ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ 1107 പേർക്ക് കൂടി കോവിഡ്. 1032 പേർക്ക് സമ്പർക്ക രോഗബാധ. 886 പേർക്ക് രോഗമുക്തി. TPR 8.5%. അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഫോട്ടോ ജേർണലിസ്റ്റ് ദാനിഷ് സിദ്ദീഖിക്ക് ആദരമർപ്പിച്ച് തിരുവനന്തപുരത്ത് ഫോട്ടോ പ്രദർശനം നടത്തും. കേരള മീഡിയ അക്കാദമി പത്രപ്രവർത്തക യൂണിയനാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ദാനിഷ് സിദ്ദീഖി ക്യാമറയിൽ പകർത്തിയ മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ പ്രദർശിപ്പിക്കും. കൊല്ലം മയ്യനാട് പഞ്ചായത്തിലെ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ ഓടയിൽ മാസങ്ങളായി മലിനജലം കെട്ടിക്കിടക്കുന്നതായി പരാതി. അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഫിഷർമെൻ കോൺഗ്രസ് ഇരവിപുരം ബ്ലോക്ക് പ്രസിഡന്റ് റാഫേൽ കുര്യൻ. കരുനാഗപ്പള്ളിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കല്ലുംതാഴം സ്വദേശി നിജാസിന്റെ മൃതദേഹം കണ്ടെത്തി. ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിനാണ് മൃതദേഹം കണ്ടെത്തിയത്. കുളിക്കാനിറങ്ങുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ആലപ്പുഴ കടക്കരപ്പള്ളിയിൽ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ഒളിവിൽ പോയ സഹോദരി ഭർത്താവ് രതീഷിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ചെങ്ങണ്ടയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടിയിൽ പ്രതിഷേധം. സമരം നടത്തിയവരെ പോലീസ് മർദ്ദിച്ചതിൽ അന്വേഷണം വേണമെന്ന് ധീവരസഭ. ജനകീയ സമരത്തെ അടിച്ചമർത്താനാണ് പോലീസിന്റെ ശ്രമമെന്ന ആരോപണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളും ലിംഗവിവേചനവും തടയുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ ബോധവത്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിന്റെ ജില്ലാതല പോസ്റ്റർ പ്രകാശനം ജില്ലാ കളക്ടർ എ. അലക്സാണ്ടർ നിർവഹിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതികളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ബോധവത്കരണം നടത്തുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. പത്തനംതിട്ട തിരുവല്ല താലൂക്ക് ആശുപത്രിയിലെ കോവിഡ് ICU വാർഡ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. NHM കോവിഡ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 11 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ICU സജ്ജീകരിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ പ്രമാടം പഞ്ചായത്ത് കോവിഡ് വാക്സിനേഷൻ സെന്ററിൽ ആൾക്കൂട്ടം. 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള കേന്ദ്രത്തിലാണ് തിരക്ക് അനുഭവപ്പെട്ടത്. വാക്സിൻ വിതരണത്തിലെ ഏകോപനത്തിൽ അപാകതയെന്നാരോപിച്ച് ജനപ്രതിനിധികൾ. കോട്ടയം ജില്ലയിൽ 760 പേർക്ക് കൂടി കോവിഡ്. 684 പേർക്ക് രോഗമുക്തി. നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 6650 പേർ. കോട്ടയത്ത് ക്രിമിനൽ കേസ് പ്രതി തൂങ്ങി മരിച്ച നിലയിൽ അമ്മഞ്ചേരി സിബിയാണ് മരിച്ചത്. ഗാന്ധിനഗർ ഹൌസിംഗ് കോളനിയിലെ വാടക വീടിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇടുക്കി പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പുതുതായി ആരംഭിച്ച കേന്ദ്രീകൃത ഓക്സിജൻ വിതരണ സംവിധാനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ആരോഗ്യ കേരളം ഇടുക്കിയുടെ നേതൃത്വത്തിലാണ് ഓക്സിജൻ വിതരണ സംവിധാനം സ്ഥാപിച്ചത്. അങ്കമാലി മില്ലുംപടിയിൽ വഴിയാത്രക്കാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട കാർ 3 ബൈക്കുകളിൽ ഇടിച്ചു. ആർക്കും പരുക്കില്ല. എറണാകുളം കളമശ്ശേരി മൂലേപ്പാടത്ത് നിർമ്മിച്ച SYS സാന്ത്വന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി P. രാജീവ് നിർവഹിച്ചു. എയർബെഡ്, വീൽ ചെയർ, ഓക്സിജൻ സിലിണ്ടർ തുടങ്ങിയ ഉപകരണങ്ങൾ ആവശ്യക്കാർക്ക് സൗജന്യമായി സാന്ത്വന കേന്ദ്രത്തിൽ ലഭ്യമാക്കും. എറണാകുളം പറവൂർ നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തി. 19ാം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം. ശുചിത്വ ഭവന മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു. INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങൾ നാളെ രാവിലെ 10 മണിക്ക് എറണാകുളം ബോട്ട് ജെട്ടിയിലെ സാസ് റെസിഡൻസിയിലാണ് യോഗം. കോതമംഗലം പോത്താനിക്കാട് 20 ലിറ്റർ വാഷ് പിടികൂടി. പോത്താനിക്കാട് സ്വദേശി രാജുവിന്റെ വീട്ടിൽ നിന്നാണ് വാഷ് പിടിച്ചെടുത്തത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ADGP വിജയ് സാഖറയുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. പ്രതികളായ ഉത്തർപ്രദേശ് സ്വദേശികളായ നസീർ, മുഷ്താഖ് എന്നിവരെ കൊച്ചിയിലെത്തിച്ചു. ഫേസ്ബുക്കിലൂടെ പണം തട്ടാൻ ആവശ്യപ്പെട്ട എറണാകുളം സ്വദേശി ജിയാസ് ജമാലിൽ നിന്ന് പണം തട്ടാനായിരുന്നു ശ്രമം. സംഭവത്തിൽ ഇൻഫോപാക് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പാലക്കാട് ഷോളയാർ ഡാം തുറന്നു. പരമാവധി സംഭരണ ശേഷിയായി 160 അടിയിൽ ഡാമിലെ ജലനിരപ്പ് എത്തിയതോടെയാണ് ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഡാം തുറന്നത്.
പാലക്കാട് മണ്ണാർക്കാട് പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 15.5 കിലോ കഞ്ചാവ് പിടികൂടി. കണ്ടമംഗലം ഐനെല്ലി ഫൈസലിന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. വീടിന്റെ ടെറസിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിവെച്ച നിലയിലായിരുന്നു കഞ്ചാവ്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ പാലക്കാട് കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പലിശക്കാരൻ പിടിയിൽ. പ്രതികളിൽ ഒരാളായി സുധാകരനെയാണ് ഹേമാംബിക നഗർ പോലീസ് പിടികൂടിയത്. മറ്റു പ്രതികളായ ദേവദാസ്, പ്രകാശൻ എന്നിവർ ഒളിവിൽ. പാലക്കാട് കഞ്ചിക്കോട് ട്രെയിൻ അപകടത്തിൽ മരിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഓർമ്മ ദിനത്തിൽ രക്തം ദാനം ചെയ്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ജില്ലാ ബ്ലഡ് ബാങ്കിലെത്തിയാണ് കൊയ്യാമരക്കാട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്തം ദാനം ചെയ്തത്. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുജിത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ ബാരിക്കേഡുകൾ വെച്ച് അടച്ചുപൂട്ടി. സബ് ഇൻസ്പെക്ടർ KR ജസ്റ്റിന്റെ നേതൃത്വത്തിൽ IAG മണ്ണാർക്കാട് താലൂക്ക് പ്രവർത്തകരുടെ സഹായത്തോടെയാണ് റോഡ് അടച്ചത്. പാലക്കാട് പട്ടാമ്പി താലൂക്കിലെ കോവിഡ് വ്യാപന പ്രദേശങ്ങൾ തൃശൂർ DIG അക്ബർ, ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. D കാറ്റഗറിയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ പരിശോധനയും നിയന്ത്രണങ്ങളും കർശനമാക്കാൻ നിർദ്ദേശം നൽകി. പാലക്കാട് പട്ടാമ്പിയിൽ പണം വച്ച് ചീട്ട് കളിച്ച സംഘത്തെ പോലീസ് പിടികൂടി. രഹസ്യ വിവരത്തെ തുടർന്ന് പട്ടാമ്പി പോലീസും പട്ടാമ്പി എക്സൈസും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ചീട്ടുകളി സംഘം പിടിയിലായത്. കൽപ്പക സ്ട്രീറ്റിലെ വാട്ടർ ടാങ്കിന് സമീപമുള്ള മാധവൻ കുന്നിൽ നിന്നാണ് ചീട്ടുകളിക്കാരെ പിടികൂടിയത്. പാലക്കാട് വെള്ളിനേഴി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് വാങ്ങിയ ആംബുലൻസ് VK ശ്രീകണ്ഠൻ MP നാടിന് സമർപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് O വിജയകുമാർ അധ്യക്ഷനായി. മലപ്പുറം എടപ്പാൾ ഗവൺമെന്റ് ആശുപത്രിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി വാക്സിൻ വിതരണം. ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് ഇല്ലാത്തത് തിരക്ക് വർദ്ധിപ്പിച്ചു. സംഭവത്തിൽ ജില്ലാ കളക്ടർക്കും DMOയ്ക്കും കോൺഗ്രസ് പരാതി നൽകി. പൊന്നാനി മേഖലയിൽ കടലേറ്റം ശക്തം. കടൽഭിത്തി ഇല്ലാത്ത ഭാഗങ്ങളിൽ മീറ്ററുകളോളം കരഭാഗം കടലെടുത്തു. മേഖലയിലെ വീടുകൾ കടലേറ്റ ഭീഷണിയിൽ. മലപ്പുറം ജില്ലയിൽ 2816 പേർക്ക് കോവിഡ്, 2401 പേർക്ക് രോഗമുക്തി. TPR 15.91%. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വളാഞ്ചേരി നഗരസഭ. എടയൂർ, ഇരുമ്പിളിയം, അതവനാട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവ D കാറ്റഗറിയിൽ. പ്രധാന റോഡുകൾ ഒഴികെ ഗ്രാമീണ റോഡുകൾ അടച്ചു. ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സംഘടനയുടെ നേതൃത്വത്തിൽ 100ാമത് ക്യാമ്പാണ് നടന്നത്. പീഡന പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച മന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധം. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. മലപ്പുറം മാറഞ്ചേരി പഞ്ചായത്തിലെ രോഗവ്യാപനം നിയന്ത്രിക്കാൻ വാർഡ് തലങ്ങളിൽ മൊബൈൽ ആന്റിജൻ പരിശോധനയുമായി പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും. രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാത്തവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കും. ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രസിഡന്റ് ഷമീറ ഇളയടത്ത്. കോഴിക്കോട് പേരാമ്പ്ര താലൂക്ക് ആശുപത്രി ലാബിലേക്ക് ആശുപത്രി വികസന ഫണ്ട് മുഖേനയും KMSCL മുഖേനയും ലഭിച്ച ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സഹകരണ ജനാധിപത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ മുതലക്കുളത്തെ BSNL ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധ നീക്കങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കൊയിലാണ്ടി മിനി സിവിൽ സ്റ്റേഷന് സമീപം ദേശീയപാതയോരത്ത് വെള്ളക്കെട്ട് ഭീഷണി. യാത്രക്കാർ ദുരിതത്തിൽ. അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. കോഴിക്കോട് പെരുമൺപുറ അംഗൻവാടിക്ക് മുന്നിലെ ഓവുചാൽ തുറന്നിട്ടത് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. ഓവുചാൽ എത്രയും പെട്ടെന്ന് കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് മൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ. കോഴിക്കോട് ചാത്തമംഗലം വെള്ളന്നൂർ ഭാഗത്ത് കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. വെള്ളന്നൂർ പാലോളി സ്വദേശി മണിയെയാണ് കവുങ്ങിൻ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസമായി മണിയെ കാണാനില്ലായിരുന്നു. ഇന്ന് രാവിലെയാണ് മൃതദേഹം നാട്ടുകാർ കണ്ടെത്തിയത്. കോഴിക്കോട് നാദാപുരം കല്ലംപുറത്ത് അർഹരായ വിദ്യാർത്ഥികൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും കിറ്റ് വിതരണം ചെയ്തു. പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി K മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. SSLC വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ബാർബർ ഷോപ്പുകൾ തുറക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബാർബർ തൊഴിലാളിയുടെ ഒറ്റയാൾ സമരം. കോഴിക്കോട് നടുവണ്ണൂർ പുതിയപ്പുറം അങ്ങാടിയിലെ അടച്ചിട്ട കടയ്ക്ക് മുന്നിലാണ് തൊഴിലാളിയായ അൻസാർ സമരം നടത്തിയത്. കണ്ണൂർ പള്ളിക്കുന്നിൽ ജില്ലാ TB ആൻഡ് AIDS കൺട്രോൾ സെന്ററിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് കുമ്പളയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊന്നു. സീതാംകോളി മുഗു സ്വദേശി അബ്ദുള്ള മുസല്യാറിന്റെ മകൻ നിസാറാണ് കൊല്ലപ്പെട്ടത്. നിസാറിന്റെ ജ്യേഷ്ഠൻ റഫീഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
നിൽപ്പ് സമരം സംഘടിപ്പിച്ച നീലേശ്വരം റെയിൽവേ വികസന ജനകീയ കൂട്ടായ്മ. ഇന്റർസിറ്റി എക്സ്പ്രസിന് നീലേശ്വരത്ത് സ്റ്റോപ്പ് അനുവദിക്കുക, മെമു സർവീസ് മംഗലാപുരം വരെ നീട്ടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കാസർഗോഡ് ജില്ലയിൽ 669 പേർക്ക് കൂടി കോവിഡ്, 637 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.6%. കാസർഗോഡ് ജില്ലയിലെ പ്രധാന തീരദേശ മേഖലയിലും മഞ്ചേശ്വരം, കാസർഗോഡ്, അജാനൂർ ഹാർബറുകളിലും സന്ദർശനം നടത്തി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. ജില്ലയുടെ കടൽ തീര സംരക്ഷണം ഉൾപ്പെടെ തീരമേഖലയിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്ന് മന്ത്രി. സ്ത്രീ സുരക്ഷാ ബോധവത്കരണ പദ്ധതിയായ കന്നലിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് പോസ്റ്റർ പ്രകാശനം ചെയ്തു. എന്റർടൈൻമെന്റ് ന്യൂസ്. രാജീവ് വർഗീസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം അങ്ങനെ ഞാനും പ്രേമിച്ചു ഈ മാസം 31-ന് നീ സ്ട്രീം OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യും. പുതുമുഖങ്ങളായ ജീവ ജോസഫ്, ജീവൻ ഗോപാൽ, ശിവകാമി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. സ്റ്റോറി ടാക്കീസിന്റെ ബാനറിൽ സൗമ്യ ആറാണ് ചിത്രം നിർമ്മിക്കുന്നത്. കുടുക്ക് 2025-ലെ പുതിയ വീഡിയോ ഗാനം പുറത്ത്. സിദ് ശ്രീറാമും ഭൂമിയുമാണ് ആലാപനം. സിനിമയിലെ ആദ്യ ഗാനവും വലിയ ഹിറ്റായിരുന്നു. നടൻ അനൂപ് മേനോൻ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രം പത്മയുടെ ടീസർ റിലീസ് ചെയ്തു. സുരഭി ലക്ഷ്മി നായികയായെത്തുന്ന ചിത്രത്തിൽ അനൂപ് മേനോൻ തന്നെയാണ് നായകൻ. ചൈനയിലെ വെള്ളപ്പൊക്കം എന്ന ക്യാപ്ഷനിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന വീഡിയോ ആണ് പ്രചരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജപ്പാനിലുണ്ടായ സുനാമിയുടെ ദൃശ്യങ്ങളാണ് ഇവ. പെഗസസ് ഫോൺ ചോർത്തലിൽ ആശങ്കയെ അറിയിച്ച അമേരിക്ക. US ആക്ടിംഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ഫോർ സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യൻ അഫയേഴ്സ് ഡീൻ തോംസൺ ആണ് ആശങ്ക രേഖപ്പെടുത്തിയത്. ഭരണകൂട വിമർശകർക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ ചാരവൃത്തി നടത്തുന്നത് ആശങ്കാജനകമെന്നും ഡീൻ തോംസൺ. തമിഴ്നാട്ടിൽ 24 മണിക്കൂറുടെ 1819 കോവിഡ് പോസിറ്റീവ് കേസുകളും 27 മരണവും. 2583 പേർക്ക് രോഗമുക്തി. ഡൽഹിയിൽ കോവിഡ് വ്യാപന ആശങ്ക അകലുന്നു. പുതിയ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തില്ല. 24 മണിക്കൂറുടെ 66 പേർക്ക് കൂടി കോവിഡ്. മഹാരാഷ്ട്രയിൽ നിർമ്മാണത്തിലിരുന്ന ലിഫ്റ്റ് തകർന്ന് 4 മരണം, ഒരാൾക്ക് പരുക്ക്. അപകടമുണ്ടായത് മുംബൈയിലെ വെർലിയിൽ. പാലക്കാട് ഷൊർണൂരിൽ വാക്സിനേഷൻ കേന്ദ്രത്തിൽ വൻ ജനക്കൂട്ടം. സർക്കാർ ആശുപത്രിയിൽ ഇപ്പോഴും വാക്സിനേഷനായി ആളുകളുടെ നീണ്ട ക്യൂ. ന്യൂസ് അവസാനിച്ചു.